ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ മാസ്റ്ററോട് 2-3 കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതിൽ ഒന്ന് മെയിനായിട്ട് ഈ മർമ്മ ചികിത്സ, പിന്നെ മസാജ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അനുഭവം വെച്ചിട്ട് മാസ്റ്റർക്ക് പറയാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് മർമ്മ ചികിത്സ എന്താണ്, മസാജ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ അനുഭവ പരിചയം. അത് മർമ്മ ചികിത്സയുടെ പ്രത്യേകതകൾ മർമ്മ ചികിത്സകന് മാത്രമേ കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും ചതവോ ക്ഷതമോ ശരീരത്തിനേറ്റിട്ട് ചികിത്സിച്ചത് മാറാതെ കണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് മർമ്മ ചികിത്സനെ കണ്ട് ചികിത്സ തേടിയിട്ട് അത് പൂർണ്ണമായി മാറിയ എപ്പോഴുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെയാണ് അനുഭവങ്ങളിൽ നിന്നാണ് എൻ്റെ പിന്നെ ഈ കാര്യങ്ങൾ ബോധ്യമാണ്. അല്ലാതെ ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ തെളിയിക്കാനുള്ള പ്രയാസമാണ്. കാരണം ഈ ഗവേഷണങ്ങളോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള അപഗ്രഥനങ്ങളോ നടന്നിട്ടില്ലാത്ത ഒരു മേഖലയാണ്. വളരെ അറിയുന്ന ഗുരുക്കന്മാർ പോലും മർമ്മങ്ങളെ പറ്റിയും അതിലുണ്ടാകുന്ന ക്ഷതങ്ങളുടെ ചികിത്സയെ പറ്റിയൊക്കെ കുറെ മറച്ചു വെച്ചുകൊണ്ടാണ് ജീവിച്ചത്. ഈ മർമ്മ ചികിത്സയും ചിലപ്പോൾ അങ്ങനെ മറ്റുള്ള സ്റ്റുഡന്റിനെ പഠിച്ചു കൊടുക്കില്ല. ഞങ്ങളുടെ മോട്ടാണ് അങ്ങനെ ആയിരുന്നില്ല അല്ലേ? 3000 മുതൽ 5000 വരെയുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഏൻഷ്യൻ മാർഷൽ ആർട്സിലൊക്കെ ഇങ്ങനെയുള്ള ഒരു മേഖല തന്നെയുണ്ട്. കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർമ്മകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാനുള്ള എന്താ പറയാ കഴിവൊന്നുമുള്ള ആളല്ല ഞാൻ. പക്ഷെ എന്നിരുന്നാലും ഒരു കൗതുകത്തോടെ ഈ ആ കലകളൊക്കെ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്, മനുഷ്യന് വരുന്ന എല്ലാ രോഗങ്ങൾക്കും മരുന്ന് മർമ്മ ചികിത്സയിൽ ഉണ്ടെന്നുള്ളതാണ്. കാരണം അതിൻ്റെ ശരിയായ വശങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്താൻ ഉതകുന്ന ചില മാർഗങ്ങൾ പഴയ ഏൻഷ്യൻ മാർഷൽ ആർട്സ് ഒന്ന് മാത്രമാണ്. അതിൽ വകഭേദങ്ങളിൽ കളരിപ്പയറ്റ്, പിന്നെ തമിഴ്നാട്ടിൻ്റെ തനത് ഏൻഷ്യൻ മാർഷൽ ആർട്സായ അടിമുറൈ, മർമ്മകല എന്ന് പറയുന്ന ഈ മാർഷൽ ആർട്സുകളിലെല്ലാം ഏറ്റവും ബേസിക്കായിട്ട് നിലകൊള്ളുന്നത് ശരിക്കും ചികിത്സ തന്നെയാണ്, മർമ്മ ട്രീറ്റ്മെന്റ്. പക്ഷെ അത് വ്യക്തമായി അറിയുന്നവരാണോ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നത് സത്യം തന്നെയാണോ എന്ന് തെളിയിക്കാനും പറ്റാത്തൊരവസ്ഥകൾ കൊണ്ട് തന്നെ അതാണ് നമ്മൾ പറയുന്നില്ല, നമ്മൾ ഒന്ന് പഠിച്ച് എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് എന്നിട്ട് വേറെ പഠിപ്പിക്കാം. അതിനെ പഠിക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ അത് മുക്കി വെക്കും അല്ലേ? പിന്നെ പറയാനുള്ള ചില മാർഗങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു അനുഭവങ്ങള് കൂടെ പറയാം, അല്ലാതെ അറിവിൽ കൂടെ പറയാനുള്ള ഒരു സിറ്റുവേഷന് ഇല്ല ശരി. കാരണം ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനൊക്കെ കഴിയാത്ത ഒരു പരിസ്ഥിതി ഉള്ളപ്പോൾ വേണ്ടത്ര ഗവേഷണങ്ങളൊന്നും നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കഴിഞ്ഞ 10-35 വർഷക്കാലത്തോളമായിട്ട് വിവിധ ഇനം മാർഷൽ ആർട്സുകൾ പരിശീലിക്കുകയും പലതരം അപകടങ്ങൾ ശരീരത്തിന് വരികയും മാറുകയും ചെയ്തിട്ടുള്ള ആൾക്കാരായത് കൊണ്ട് തന്നെ എൻ്റെ ഈ അടുത്തുണ്ടായ ചില ചെറിയ അനുഭവങ്ങൾ മാത്രം ഞാൻ വിവരിക്കുകയാണ്. അതിൽ കൂടി ഈ ശ്രോതാക്കളെ മനസ്സിലാക്കണം ഇത് എത്രത്തോളം ഗുണകരമാണെന്നുള്ളത്. അത് ഒരനുഭവത്തിൽ കൂടെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാറിന്റെ അനുഭവം പറഞ്ഞത്, സാറിന്റെ കാലിനുണ്ടായ ഒരു അനുഭവം. എനിക്കൊരു പ്രാവശ്യം ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായി. ചില നല്ല ഓർത്തോപീഡിഷ്യൻസും എല്ലാം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ മോഡേൺ മെഡിസിൻ പഠിക്കുന്ന ഡോക്ടറാണല്ലോ. എന്നിട്ട് ഞാൻ ഒരു മെഡിസിൻ എടുത്തില്ല. പിന്നെ മുമ്പ് പറഞ്ഞ 2-3 ആ പോയിന്റും പിന്നെ ധാര അതൊക്കെ വെച്ചതിന് ശേഷം ശരിക്കും വെച്ചാൽ ആംസ്ട്രിങ്ങിന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ 6 months പറയാം. 6 weeks, I'm sorry, 6 weeks. പക്ഷെ അതിന് മുമ്പ് എനിക്ക് ഫാസ്റ്റായിട്ട് ഒരു
എന്താ പറയുക ഇൻഫ്ലമേറ്ററി ഡ്രഗൊന്നും കഴിക്കാതെ തന്നെ എനിക്ക് തൊലിപ്പുറത്തുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. തൊലിപ്പറ്റൊക്കെ ട്രീറ്റ്മെന്റ് ഉള്ളിലൊന്നും കഴിക്കാതെ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഇതിന് അഗേൻസ്റ്റ് ആയിട്ടില്ല, ഞാൻ മോഡേൺ മെഡിസിൻ അഗേൻസ്റ്റ് ആയിട്ടില്ല പറയുന്നത്, എൻ്റെ അനുഭവം കൊണ്ട് പറയും. സാറ് ഞാൻ കൈയെടുത്താണ്. അപ്പോൾ സാറ് ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ സാറിൻ്റെ അനുഭവത്തിലുള്ളതാണ്. സാറിന് അതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം സാറിനുണ്ടായ ഒരു അനുഭവമാണ് സാറിന് വിവരിച്ചത്. ഒന്ന് കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബാക്ക് പെയിൻ, അത് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു പോയിരുന്നു. ഇപ്പോൾ സാറിന് ബാക്ക് പെയിൻ ഉണ്ട്. അത് ഹാംസ്ട്രിങ്ങിന് ശരിക്കും പരിക്ക് പറ്റിയിട്ട് കാലിൻ്റെ ബാക്കിലൊക്കെ ബ്ലഡൊക്കെ ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. അത് അടുത്ത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു മെഡിസിൻ യൂസ് ചെയ്യാതെ അത് സുഖപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്. ആ അനുഭവത്തിന് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞങ്ങളത് ജസ്റ്റ് ചെയ്ത് നോക്കാം. ആരെങ്കിലും മറ്റുള്ള മരുന്ന് സാറിന് വേണമെങ്കിൽ അങ്ങനെ അതാണ് ചെയ്ത് നോക്കാം. എന്നിട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതാണ്. പിന്നെ രണ്ടാമത് ഈ മർമ്മ ചികിത്സ എന്താണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മർമ്മ ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിലുള്ള മർമ്മപ്രധാനമായ ഭാഗങ്ങൾ, സ്ഥിരാമർമ്മങ്ങൾ, പേശിമർമ്മങ്ങൾ, അതുപോലെ വേറെ ഗണത്തിൽ പറയുമ്പോൾ പടുമർമ്മങ്ങൾ, കുലമർമ്മങ്ങൾ, സ്ഥിരാമർമ്മങ്ങൾ, മനസ്സിലായില്ലേ? വായുമർമ്മം, സ്നായുമർമ്മങ്ങൾ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളുണ്ട് മർമ്മങ്ങളെ കുറിച്ച്. അപ്പോൾ ഈ ചില സ്ഥിരാകേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പൾസ് റേറ്റ് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടുതലായിരുന്നു. ആ ഭാഗങ്ങൾ ചില സ്ഥിരാകേന്ദ്രങ്ങളായിട്ട് ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതിനെപ്പറ്റിയും കൂടുതൽ ആധികാരികമായിട്ട് പറയാനുള്ള ആർക്കും എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെതായ അനുഭവങ്ങളിലൂടെ പറയാം. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കഴുത്തിന് ചെറിയ പരിക്ക് പറ്റിയിട്ട് ഞാൻ നമുക്ക് അറിയുന്ന ട്രീറ്റ്മെൻ്റ് ഒന്നും നമ്മൾ ചെയ്തില്ല. കാരണം അതൊക്കെ അത്ര വിശ്വാസയോഗ്യമല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ കാര്യം പോലും എനിക്ക് പോലും അത്ര വലിയ വിശ്വാസം ഞാൻ മോഡേൺ മെഡിസിനാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് ഗവേഷണ അതുപോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ ഞാൻ അതിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഏകദേശം റെസ്റ്റും അതുപോലെ മെഡിസിനൊക്കെ കഴിച്ചതിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറി കിട്ടിയില്ല. എനിക്ക് രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴത്തെ വല്ലാത്ത സ്ട്രെയിനാണ് കൊണ്ടു. അപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ എനിക്ക് തോന്നി ഒന്ന് ഏതായാലും നമ്മളെ ഒരു കൂട്ടുമരുന്നുണ്ട്, അത് ഉണ്ടാക്കി നോക്കാം. പച്ചമരുന്നാണ് പുറത്ത് തേക്കുന്നത്. അത് ഉണ്ടാക്കി ഇട്ടപ്പോൾ എനിക്ക് കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് കഴുത്താൻ കൊണ്ടൊക്കെ തിരിക്കാനും മറിക്കാനും അതിൻ്റെ സ്ട്രെയിനൊക്കെ പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊരു പക്ഷേ മരുന്ന് കഴിച്ചതുകൊണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മർമ്മ ചികിത്സക്കൊന്നുമില്ല. പിന്നെ ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള അറിവ് നമ്മുടെ കയ്യിലില്ല. പക്ഷെ എന്നിരുന്നാലും പല അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ചില പ്രയോഗങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട രീതിയിൽ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതാണ് എൻ്റെ പിന്നെ ഒരു മസാജ്, ബോഡി മസാജ്, മറ്റേ ഓയിൽ മസാജ്, അത് മസാജ്, ഈ മസാജ്. അപ്പോൾ ആ മസാജ് എനിക്ക് മാസ്റ്റേഴ്സ് കിട്ടി. ഭയങ്കരമായിട്ട് ഒരു ഡീടോക്സിഫൈങ് എഫക്റ്റ് കിട്ടി. അപ്പോൾ അതെന്താണ് അതിനെപ്പറ്റി പറയാം? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ ആന്തരിക ഘടനയും അതുപോലെ ശരീരത്തിന്റെ ഇപ്പൊ നിങ്ങളുടെ ശരീരങ്ങളെ മുമ്പിൽ എനിക്ക് ഇട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ മസാജ് ചെയ്യാനൊരു സ്ഥിരമായി മസാജ് ചെയ്യുന്ന ആളല്ല. എനിക്ക് മസാജ് ചെയ്യുന്നത് പൊതുവെ ഇഷ്ടമല്ല. പക്ഷേ ഈ ചില രോഗാതരമായിട്ടുള്ള ആൾക്കാർക്ക് മസാജ് വേണമെന്ന് പറയുന്നു. നമ്മളതൊരു ഫേവറായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സ്ഥലം വാങ്ങിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. കാരണം അവർക്ക് മാനസാന്തരം വരെ വരുന്നു. നമ്മൾ അവരുടെ ആ ഒരു സ്ട്രെസ് റിലീസായിട്ട്
ഒരു ശരീരത്തിനുള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ച പോലെ അത് അവർക്ക് അനുഭവപ്പെടുന്നതായിട്ടാണ് പറയുന്നത്. അത് പീസ്ഫുൾ ഭയങ്കരമായിട്ടുള്ള ഉറക്കം കിട്ടി. അടുത്ത ആൾക്കും കിട്ടാത്ത ഒരു ഉറക്കം. അയ്യോ അത് ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. അതിതാണ്, അത് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ഉള്ളവരും അതുപോലെ ശരീരത്തെ കുറിച്ചിട്ട് അതിന്റെ ശരീരത്തിന്റെ ഒരു ഭാഷ എന്ന് തന്നെ പറയുന്നത്, ആ ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ആ മസാജിന് ഉപയോഗിക്കുന്ന മർദ്ദം, ആ കൈകൾ ചലിക്കേണ്ട രീതി, പേശിയുടെ ഘടന, അതുപോലെ നമ്മളെ സന്ധിവർമ്മങ്ങളും, അതുപോലെ നമ്മുടെ ശരീരത്തിൽ ദുർബലമായിട്ടുള്ള സ്ഥാനങ്ങൾ, അതുപോലെ സ്പർശിക്കാൻ പാടില്ലാത്ത ചില സ്ഥാനങ്ങൾ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരുതരം പ്രാർത്ഥന, ഒരു പ്രത്യേക പ്രാർത്ഥനയോടുകൂടി നമ്മളത് സംശുദ്ധമായി ചെയ്യുമ്പോൾ ആ ഒരു ഫീല് ചെയ്യപ്പെടുന്ന ആൾക്ക് കിട്ടുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതൊരു അനുഭവം തന്നെയാണ്. അത് നമുക്ക് പറഞ്ഞ് എന്താ ഫലിപ്പിക്കാൻ സാധ്യമാണ്. അത് അനുഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. വല്ലാത്തൊരു അനുഭവമാണ് ഈ മസാജ്. പല രാജ്യങ്ങളിലും പല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ട്രഡീഷണലായിട്ടുള്ള മസാജ് ശരിക്കുള്ളത് നമ്മളെ കളരിയിൽ തന്നെയാണ്. അത് തന്നെ ഇന്ന് കാണപ്പെടുന്ന രീതിയിലല്ല മസാജ് നിലനിന്നിരുന്നത്. മസാജ് ചെയ്യാനും പലതരം കോലുകളും അതേപോലെ പലതരം പ്രയോഗങ്ങളൊക്കെ നിലവിൽ ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി പത്രമായിട്ട് ചിലയിടങ്ങളിലൊക്കെ അതിൻ്റെ വേരുകളിൽ നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ അതൊന്നും പിന്നെ എന്താ പറയുക, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാവരുടെ മുമ്പിലും എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ അല്ലെങ്കിൽ ഒരു കാര്യമാണ്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? റിലാക്സേഷൻ ഈ ചവിട്ടി മസാജ് മറ്റേ അങ്ങനെയുള്ള മസാജ് എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എന്താ പറയാ കളരി പഠിക്കാതെ മെയ്വഴക്കത്തിന് വേണ്ടിയിട്ടും അതുപോലെ ശരീരത്തിലുള്ള പിന്നെ പരിക്കുകൾ ചികിത്സിക്കാനൊക്കെ വേണ്ടി ചെയ്യുന്നത് അതൊരു പ്രത്യേക രീതിയിലുള്ള എന്താ പറയാ 1-ാമത്തെ ദിവസം മുതൽ 7-ാമത്തെ ദിവസം വരെ 7-ാമത്തെ ദിവസം മുതൽ 8, 9 മുതൽ 14-ാമത്തെ ദിവസം വരെ 1 മുതൽ 7, 7 മുതൽ 14 വരെ അങ്ങനെ ആരോഹണാവരോഹണ രീതിയിൽ അവസാനിക്കുന്ന ഒരു സംക്രമണ കാലഘട്ടമാണ്. അങ്ങനെയാണ് കളരി ചികിത്സയുടെ രീതി. പക്ഷെ സുഖചികിത്സയ്ക്ക് ചിലൊക്കെ ചില വ്യത്യാസമാണ്. എന്നാൽ നമ്മൾ അടുത്ത് സമീപിക്കുന്ന ആളുടെ മാനസിക ശാരീരിക അവസ്ഥയ്ക്ക് അനുസൃതമായി മസാജിന് വ്യത്യാസം. എണ്ണ ഉപയോഗിക്കുന്നതിനും ചില നിഷ്ഠകൾ. നമ്മളെ മൂവ്മെന്റ് പിന്നെ എന്താ പറയാ പിന്നെ സ്ഥലം ഏത് സ്ഥലത്താണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട്. ഇല്ല, എണ്ണകൾക്ക് വലിയ ഒരു എണ്ണകൾക്ക് സ്ഥാനം ഇല്ലാതല്ല. ശരീരത്തിന് ഈ വാദസംബന്ധമായ അസുഖങ്ങളും അതുപോലെ ഒടിവ് ചതവൊക്കെ പറ്റിയ ആൾക്കാർക്കൊക്കെ അത് പെട്ടെന്ന് മാറുന്ന രീതിയിലായിരിക്കും ചതവുകൾ, അതുപോലെ നെക്കെട്ടൊക്കെ മാറുന്ന രീതിയിലുള്ള മരുന്നുകളൊക്കെ ചേർത്തിട്ടുകൊണ്ടാണ് അവർക്ക് തൈലം ഉണ്ടാക്കുക, കുഴമ്പുണ്ടാക്കുക, അതുപോലെ അവർക്ക് കിഴി വെക്കുക, ധാര ചെയ്യുക, അങ്ങനെയൊക്കെ ആ ഒരു ചികിത്സാ രീതിയാണിത്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ സ്ട്രെസ് അതുപോലെ ടെൻഷൻ അതുപോലെ മനസ്സിലില്ലാത്ത ഒരാളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് പരിപൂർണമായിട്ട് ഇപ്പം സാറ് പറഞ്ഞില്ല അല്ലാത്ത തോന്നി എന്ന് പറഞ്ഞില്ല, അല്ലാത്തൊരു മാറ്റം തോന്നി എന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിലുള്ളത് സാധാരണ ജനങ്ങൾക്ക് ഇതാണ് കൂടുതൽ ഉപകാരപ്പെടുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇതിൽ അവസാനിക്കുന്നു. ഇതിനെപ്പറ്റി ഈ മർമ്മ ചികിത്സ ആൻഡ് മസാജ് ഇതിനെപ്പറ്റിയുള്ള ബേസിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിനെപ്പറ്റി കൂടുതലായി സംസാരിക്കുന്നത്. ശരി, നമുക്ക് ഇതിന്റെ അധികം കൂടുതലൊന്നും അറിവൊന്നുമില്ല. ഉള്ള അറിവ് ഇങ്ങനെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം.